സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2020 മോഡൽ സ്വിഫ്റ്റ് VX AMT ആയിട്ടാണ്. ഇതാണ് വണ്ടിയുടെ ഓണർ. സോ ഹൃദയ ഇപ്പൊ 2020 വാങ്ങിച്ച വണ്ടിയാണ്. അപ്പൊ മൊത്തത്തിൽ 6 കൊല്ലമായി. സോ ഈ ടൈം ഈ വണ്ടി മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? വണ്ടി ഒരു 65,000 കിലോമീറ്റർ അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. സോ ഓക്കെ, ഈ ടൈമിൽ വണ്ടി മൊത്തത്തിൽ എത്ര സർവീസ് ചെയ്തു, അതേപോലെ തന്നെ സർവീസ് ഓരോ സർവീസ് ചെയ്ത ടൈമിൽ അതിന് വന്ന കോസ്റ്റ് എങ്ങനെയാണ്, വണ്ടിയിൽ എന്തൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് സർവീസ് ഹിസ്റ്ററി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ഒരു 10 സർവീസോളം ഇതുവരെ ചെയ്ത് കാണും. ആദ്യത്തെ 3 ഫ്രീ സർവീസ് ആയിരുന്നല്ലോ. പിന്നെ കൂടുതൽ മെയിൻ്റെനൻസ്, അതായത് സർവീസ് വന്നത് 6,800 സംതിങ്, അല്ല 12,000 സംതിങ്. അത് കാസ്കറ്റ്, എഞ്ചിന്റെ കാസ്കറ്റ് ഒന്ന് മാറേണ്ടി വന്നു. അങ്ങനെ 12,000 അത്ര, അതാണ് മാക്സിമം സർവീസ് കോസ്റ്റ് ഇതുവരെ വന്നത്. അപ്പം ഈ ടൈം കൊണ്ട് ഏകദേശം 65,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ ഈ ടൈമിൽ നമ്മൾ ഷോറൂമിൽ വണ്ടി എടുക്കാൻ പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഒരു പ്രതികരണം, അവരുടെ റെസ്പോൺസും കാര്യമൊക്കെ, അവർ നമ്മൾ ട്രീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും വണ്ടി എടുത്തത് കൊറോണ ടൈമിലാണ്. അവര് വണ്ടി നേരെ ഒരു പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കൊണ്ടുവന്നു. നമ്മള് ആക്ച്വലി ഇതല്ല, വേറൊരു വണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പെട്ടെന്ന് ഈ വണ്ടിയുടെ അവൈലബിലിറ്റി വന്നപ്പോൾ ഇതെടുത്തു. അങ്ങനെ ആയിരുന്നു. പിന്നെ ഇതിന് ഓട്ടോമാറ്റിക് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. കൊറോണ ടൈം ആയിരുന്നു അന്ന്. പിന്നെ ഈ അവര് നമ്മള് ഡോക്യുമെന്റ് എല്ലാം സൈൻ ചെയ്ത് കൊടുത്തു, അവര് കൊണ്ടുവന്നു തന്നു. നമ്മള് സർവീസ് അവിടെ പോയി എടുത്തതല്ല, അവര് വീട്ടിൽ കൊണ്ട് വന്നായിരുന്നു. ഓക്കെ, ഹോം ഡെലിവറി ആയിരുന്നില്ലേ? അതെ അതെ. അതിന് അപ്പം ഈ വണ്ടിയുടെ മെയിൻ്റനൻസിനെ കുറിച്ച് ഹൃദയം പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി നമുക്ക് വണ്ടിയെ കുറിച്ച് അറിയേണ്ടത് ഈ ഒരു AMT വേരിയന്റ് ആണ്. അപ്പം എങ്ങനെയുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ? ഇത് ലാഗ് ഉണ്ടോ? ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ഒരു AMT ഗിയർ ബോക്സിൻ്റെതായ പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട് ഓട്ടിക്കാനും കാര്യങ്ങളൊക്കെ? ഗിയർ ഷിഫ്റ്റിംഗ് AMT, എസ്പെഷ്യലി AMT എങ്ങനെയുണ്ട് ഈ വണ്ടിന്റെ? ഒരു AMT ഗിയർ ബോക്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, അപ്പൊ അതിൻ്റെതായ പവറും, പിന്നെ ലാഗ് ഉണ്ടോ വെച്ചാൽ ലാഗ് ഉണ്ട്, ഓഫ്കോഴ്സ് ലാഗ് ഉണ്ട്. മറ്റേ ടോർക്ക് കൺവേർട്ടറിന് കിട്ടുന്ന പവറൊന്നും ഇതിന് കിട്ടത്തില്ല. ഒരു യൂത്ത് ഓറിയന്റഡ് വണ്ടിയല്ലേ ഇത്. ആക്ച്വലി ഇതൊരു ഫാമിലി ഓറിയന്റഡ്, അല്ലെങ്കിൽ ഒരു 40+ ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു വണ്ടിയാണ്, ഒരു അച്ഛന്മാർക്കുള്ള വണ്ടിയാണ്. സോ നമുക്കിപ്പോൾ ഈ വണ്ടിനെ കുറിച്ച് അറിയേണ്ടത് വണ്ടിയുടെ മൈലേജ് എങ്ങനെയാണ്. ഒരു സ്വിഫ്റ്റ് ആണ്, ഇതൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ വരുന്ന ഒരു വണ്ടിയാണ്. സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഭയങ്കര മൈലേജ് ഓറിയന്റഡ് വണ്ടിയാണ്. സോ എങ്ങനെയുണ്ട് ഈ വണ്ടിയുടെ മൈലേജിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി ഇത് ഓട്ടോമാറ്റിക്, അതായത് AMT കൂടെ ആയതുകൊണ്ട് ഇതിൽ മാനുവലിനോട് ഞാൻ കുറേ പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ 18-19 കിട്ടുന്നെന്നാണ് പറയുന്നത്. എനിക്ക് ഒരു 13-14 കിട്ടുന്നുള്ളൂ ആവറേജ്. പിന്നെ ലോങ്, അപ്പം ഞാൻ ട്രിവാൻഡ്രം ഒക്കെ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു 20, ട്രിവാൻഡ്രം പോകുമ്പോൾ 20 ഒക്കെ കിട്ടും. അല്ലെങ്കിൽ സിറ്റി റൈഡ്, നോർമൽ സിറ്റി, കൊല്ലം സിറ്റി റൈഡിനൊക്കെ ഒരു 13-14 ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ വണ്ടിയുടെ കോമ്പറ്റീറ്റേഴ്സിന് അറിയാം. നമ്മുടെ സുസുക്കി തന്നെ നമുക്ക് ബലേനോ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ടാറ്റയുടെ ടിയാഗോ, അൾട്രോസ്, പല ഹാച്ച് ബാക്ക് വണ്ടികളായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പം അതൊന്നും എടുക്കാതെ എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്ത്, ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി ബൊലേനോ നമുക്ക് നെക്സറ്റിലല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സുസുക്കി സാരഥിയില്ലേ, കൊല്ലത്ത് പള്ളിമുക്കിലെ. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് നോക്കാനാണെന്ന്. പിന്നെ നമ്മൾ ആക്ച്വലി എർട്ടിഗയിലോട്ടാണ് പോകാറുന്നത്. ബട്ട് എർട്ടിഗ ഒരു ഡെയിലി കമ്പാക്റ്റബിൾ വണ്ടിയല്ല, അതുകൊണ്ട് വീട്ടിൽ 2 വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ സ്വിഫ്റ്റിലോട്ട് പോയത്. സോ ഹൃദയ നമുക്ക് ഈ വണ്ടി ഏകദേശം ഇപ്പം 60,000 കിലോമീറ്റർ ഓടി. അപ്പൊ തന്നെ വണ്ടിയുടെ ടയർ മാറിയിട്ടുണ്ട്, അതേപോലെ തന്നെ ബാറ്ററി, ഇതിൽ എന്തൊക്കെ നമ്മൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? വണ്ടിയിലത്തെ ടയർ ഒരു കുറച്ച് തീരാറാകുമ്പോൾ അതെടുത്ത് ബാക്കിൽ ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലിടാനാണ് പതിവ്. നമ്മളൊരു ടയർ ഈ പറഞ്ഞില്ലേ, ഈ വിജയരാജ് എന്ന് പറഞ്ഞ സാരഥിയിലുള്ള പുള്ളിയാണ് നമുക്ക് ഇത് എക്സ്പേർട്ട്, പുള്ളിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ടൈമിൽ ടയർ എത്ര മാറിട്ടെന്ന് പറയാൻ പറ്റും? ടയർ ഫ്രണ്ടിൽ ഇത് 2ാമത്തെ ടയറാണ്. ബാക്കിൽ ഫ്രണ്ടിൽ കിടന്ന ആ ടയറാണ് ഇപ്പോൾ ബാക്കിൽ കിടക്കുന്നത്. ഫ്രണ്ടിൽ 2ാമത്തെ ടയറാണ്. പിന്നെ ഇനി നമുക്കറിയേണ്ട ഈ വണ്ടിയുടെ കംഫർട്ടിനെ കുറിച്ചാണ്. ഇത് ആക്ച്വലി ഒരു ഹാച്ച് ബാക്ക് ആണ്, അതേപോലെ തന്നെ സ്വിഫ്റ്റ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈ വണ്ടിയുടെ കംഫർട്ട് എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ ഈ വണ്ടി ലോങ് പോകുന്ന സമയത്ത് ഈ വണ്ടി അകത്തിരിക്കുന്ന ആൾക്കാരുടെ പാസഞ്ചേഴ്സിന്റെ കംഫർട്ടും കാര്യമൊക്കെ എങ്ങനെ ഉണ്ടെന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ആക്ച്വലി ഡ്രൈവർ സൈഡ് വെച്ച് നല്ല വണ്ടിയാണ്. ബാക്ക് സൈഡിൽ പറയുന്നതിനൊക്കെ വാഗണറിന് കിട്ടുന്ന സ്പേസ് ഒന്നും സ്വിഫ്റ്റിന്ന് കിട്ടത്തില്ല. പിന്നെ ഇതൊരു ഹൈലി സസ്പെൻഷൻ സ്റ്റിഫായിട്ടുള്ള വണ്ടിയാണ്.
അപ്പം നമുക്ക് അതായത് ബൊലീനോ ഒന്നുകൂടെ കംഫർട്ട് ഓറിയന്റഡ് വണ്ടിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു കംഫർട്ട് ഇതിൽ നിന്ന് കിട്ടില്ല. ബട്ട് നമുക്ക് ഒരു റോഡിന്, അതായത് ഇപ്പൊ ഇതേപോലുള്ള ഹൈവേയിൽ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. വണ്ടിക്ക് ഒരു ആർട്ടിക്കുലേഷൻ വ്യത്യാസം ഉണ്ടാവില്ല. സോ ഹൃദിനെ, അപ്പം ഹൃദയം ഈ വണ്ടിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രൈവ് പോയിട്ട് വന്നാലേ ഈ വണ്ടിയായിട്ട്. ഓക്കെ. സോ ഗൈസ്, ഇവിടെ ഇതാണ് വണ്ടിയുടെ MT ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് റിവേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ന്യൂട്രൽ വരുന്നുണ്ട്, ഡ്രൈവ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു മാനുവൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ആക്കിയിട്ട് ഇടത്തോട്ട് തട്ടിയ മാനുവൽ പ്ലസ് മൈനസ് ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഇതാണ് വണ്ടിയുടെ MT ഗിയർ ബോക്സ് വരുന്നത്. നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ചെറിയൊരു ഡ്രൈവ് പോയി നോക്കാം. വണ്ടിയുടെ പെർഫോമൻസ്, അതേപോലെ തന്നെ വണ്ടി സസ്പെൻഷൻ വേണ്ടി നമ്മൾ സസ്പെൻഷൻ എങ്ങനെ ഉണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിന് ഓക്കെ. സോ നമ്മൾ വണ്ടി ഡ്രൈവ് മോഡിലൂടെ ഇടുകയാണ്. ഓക്കെ, let's try this. So നേരിട്ട് നമുക്ക് ഇതിന്റെ ആക്സിലറേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഒരു ഡ്രൈവ് ബലേനോ വെച്ച് നോക്കുന്ന സമയത്ത് വണ്ടി ഓട്ടിക്കാൻ ഭയങ്കര ഒരു സ്റ്റിഫാണ്. നമുക്ക് വളരെ കോൺഫിഡൻസോടെ തന്നെ നമുക്ക് വണ്ടി ആക്സിലറേറ്റർ ഡ്രൈവ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാം. അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള. എവിടെയായിട്ട് നമുക്ക് ഒരു ചെറിയ ചാട്ടം വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് അതിന്റെ ഒരു ചാട്ടം നോക്കാം ഗൈസ്. അടി തട്ടാൻ ഗൈസ്, ഇവിടെ അടി തട്ടാൻ നമുക്ക് കണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്കൊന്ന് ചരിച്ചെടുക്കേണ്ടി വരും. നല്ല രീതിക്ക് അടിയിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. സോ നമ്മൾ ജസ്റ്റ് ഒരു റിവേഴ്സ് എടുത്ത് നമ്മളൊരു ചരിച്ചാണ് വണ്ടി എടുക്കുന്നത്. ഇതിനെ ശരിപ്പെട്ടിട്ടോ. സോ ഗൈസ്, നമുക്ക് ഇതാണ് ഒരു പ്രശ്നം. വണ്ടി ഹാച്ച് ബാക്ക് ആണ്, തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. നമ്മള് നല്ല രീതിക്ക് ചരിച്ചാണ് എടുത്ത് വന്നിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്ത് വെച്ച് വണ്ടിയുടെ അടി തട്ടിയിട്ടുണ്ട്. സോ ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. വണ്ടിയുടെ ഇപ്പൊ ഹാൻഡിലിംഗിലാണെങ്കിൽ പോലും വണ്ടിയുടെ പവറിലാണെങ്കിൽ പോലും എല്ലാം കംഫർട്ടബിൾ ആണ്. ബാക്കി നമുക്ക് ഹൃദയ പ്രശ്നം വെച്ചാൽ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അതേപോലെ തന്നെ വണ്ടിയുടെ ഒരു കംഫർട്ടും ആണല്ലേ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര രീതിക്ക് കുറവാണ്. നമ്മള് ബലേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിനെയും കാട്ടി വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് ഓടിക്കാൻ വളരെ ഫണ്ണായിട്ട് ഡ്രൈവ്, സിറ്റി ഡ്രൈവിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പം MT ആണെങ്കിൽ പോലും നമ്മളൊന്ന് പുഷ് ചെയ്ത് ഒട്ടിച്ചാൽ നമുക്ക് വലിയൊരു ലാഗോ കാര്യമൊന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പോ ഒരു നല്ലൊരു തോട്ടിലൂടെ നിങ്ങൾ തന്നെ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എവിടെയായിട്ടൊന്നും നമുക്കൊരു ലാഗോ കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ എങ്ങനെയുണ്ട് ഓവറോൾ ഹൃദയ ഈ ഒരു 6 വർഷം വണ്ടി യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ്, ഓവറോൾ എക്സ്പീരിയൻസ്? ഇത്രയും നാൾ നമ്മൾ യൂസ് ചെയ്തു, അതേപോലെ തന്നെ കുറെ ജേണിയും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പം മൊത്തത്തിൽ ഈ വണ്ടി എങ്ങനെയാണ്? ഇനിയും കൊണ്ടുനടക്കാനുള്ള പ്ലാനാണോ, അതോ ഇനി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനാണോ? ഇനി പുതിയതായിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ അത് ഏത് വണ്ടി ആയിരിക്കും എന്നൊരു പ്ലാനോ എന്തെങ്കിലും ഉണ്ടോ? വണ്ടി മാറ്റണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്, അത് പ്രശ്നമാണ്. ബട്ട് ഒരു സെക്കൻഡറി വണ്ടിയായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ വളരെ നല്ല വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വീഡിയോക്ക് വേണ്ടി നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിന് ഹൃദയന് ഒരുപാട് നന്ദിയുണ്ട്. സോ താങ്ക് യു ഹൃദയൻ. സോ ഇതേപോലെ ഗൈസ് ഒരുപാട് കാർ കണ്ടിച്ച് നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ആവുന്നതാണ്. സോ ഡു സബ്സ്ക്രൈബ് ഗൈസ്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ അമർത്തി നിങ്ങൾക്ക് കുറെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. So thanks for watching guys, and thanks for spending time with us. So okay guys.